വോളിബോൾ എൻ്റെ നാടായ മൂലാട് എൻ്റെ അവിടെ ഒരു കോച്ചായിട്ടുള്ളൊരു ബാബുവേട്ടൻ എന്ന് പറഞ്ഞ ആളുണ്ട്. അയാളുടെ കൂടെയാണ് ഞാൻ വോളിബോളിലേക്ക് വരുന്നത്. നമ്മളെ നാട്ടിൽ നിന്നാണെങ്കിൽ ഒത്തിരി പ്ലേയേഴ്സ് ഉണ്ടായിട്ടുണ്ട്. സീനിയർ പ്ലേയേഴ്സായ ഇസ്മായിൽ, ശരത്ത്. അപ്പോൾ അവരുടെ എല്ലാം കളി കണ്ടിട്ടാണ് ഞാൻ ഈ വോളിബോളിലേക്ക് വരുന്നത്. വന്നു കഴിഞ്ഞു 3 വർഷം സ്കൂൾസ് സ്റ്റേറ്റ് ടീം കളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ 2004 ഫസ്റ്റ് സീനിയർ നാഷണൽസ് കളിക്കുന്നത് ചെന്നൈയിൽ വെച്ച്. അതിൽ 3rd പൊസിഷനായിരുന്നു. അന്ന് എൻ്റെ കൂടെ കളിച്ച ഒരു മുത്തൂരിലുള്ള ഒരു അഭിലാഷ് എന്ന് പറഞ്ഞ ആൾക്കാണ് ഗവൺമെൻറ് ജോലി കളിച്ചത്. എന്നെക്കാട്ടും വയസ്സ് കൂടുതൽ അയാൾക്കായതുകൊണ്ടാണ് ജോലി കൊടുത്തത്. പിന്നെ 2005 കളിച്ചു, പൊസിഷനൊന്നും വന്നില്ല. പിന്നെ കുറച്ച് കാലം ബ്രേക്കായി. 2009 കളിച്ചു. അത് കഴിഞ്ഞ് പിന്നെ 2014 സെക്കൻഡ് പ്രൈസ് കിട്ടിയത്, കഴിഞ്ഞ വർഷം ബാംഗ്ലൂരിൽ. ഈ വർഷം ഞങ്ങൾ വിൻ ചെയ്തു. അപ്പോൾ ഈ വർഷം കൂടി ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് എനിക്ക്. വീട്ടിൽ അച്ഛൻ, അമ്മ, ഒരു ചേച്ചിയാണുള്ളത്. ജ്യേഷ്ഠനാണെങ്കിൽ സംസാരിക്കാൻ പറ്റാത്ത ഒരാളാണ്. സാമ്പത്തികമായിട്ട് കുറച്ച് മോശമാണ്. ഞാൻ 16ാമത്തെ വയസ്സിൽ ഗ്രൗണ്ടിൽ ഇറങ്ങിയാണ്. ഇപ്പോൾ 20 വർഷമായി. പ്രൊഫഷണൽ വോളി തുടങ്ങിയിട്ട് ഇപ്പം 2004 സ്റ്റാർട്ട് ചെയ്തതാണ് നാഷണൽസ്. അതിനു മുന്നേ ഞാൻ കേരളത്തിലെ ഒരുവിധം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഗസ്റ്റ് കളിച്ചിട്ടുണ്ട്. ഞങ്ങൾ ദേശീയ ചാമ്പ്യന്മാരായെങ്കിലും ഞങ്ങളെ ഒക്കെ വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം, ഞങ്ങളുടെ ടീമിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുക ഞങ്ങളുടെ ലിബറോ രതീഷ്, CK രതീഷ്. അവൻ്റെ ഒരൊറ്റ മികവിലാണ് ഞങ്ങളിന്ന് ജേതാക്കളാവുന്നതിൻ്റെ മെയിൻ കാര്യം. അവനൊരു ജോലിയില്ലാതെ അവനിങ്ങനെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയുണ്ട്. ആ ഒരു ജോലി കിട്ടണമെന്ന് വളരെ ആഗ്രഹിക്കുന്നു. അവൻ്റെ കൂടെ മുമ്പ് ഞാൻ കളിച്ചിട്ടുള്ള ഒരാളായിരുന്നു കൊണ്ടുകൂടി അദ്ദേഹത്തിന് നിങ്ങളിത് വളരെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കണമെന്ന് ഞാൻ എൻ്റെ മീഡിയ സുഹൃത്തുക്കളോട് ആവശ്യപ്പെടുന്നു.